കോടികൾ കടമെടുത്ത് രാജ്യത്തെ വഞ്ചിച്ച് കടന്നു കളഞ്ഞ മദ്യരാജാവ് വിജയ് മല്യയുടെ ഒരു വെളിപ്പെടുത്തലിൽ തകർന്നിരിക്കുന്നത് മോദിയും അമിത്ഷായുമാണ്. ഈ രാജ്യത്ത് നിന്നും കടന്നു കളയുമ്പോൾ, അതായത് UK പോകുന്നതിന് മുമ്പ് ഇക്കാര്യം മോദിയുടെ വിശ്വസ്തനായ അരുൺ ജെയ്റ്റ്ലിയോട് പറഞ്ഞിരുന്നുവെന്നതാണ് മല്യ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണിപ്പോൾ വലിയ കുരുക്കായി മോദിയുടെയും അമിത്ഷായുടെയും തലക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്നത്. എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയോട് കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞിരുന്നുവെന്നതാണ് മല്യ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അരുൺ ജെയ്റ്റ്ലിയെ പാർലമെൻറ്റിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തി കണ്ടതിന് ശേഷം അദ്ദേഹവുമായി ചായ കുടിച്ച് ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതിന് ശേഷമാണ് താൻ ലണ്ടനിലേക്ക് പോയത്. പൂർണ്ണമായും നിയമവിധേയമായാണ് ഇംഗ്ലണ്ടിലെ തൻ്റെ താമസമെന്നും മല്യ പറയുന്നുണ്ട്. നീണ്ട 9 വർഷത്തിന് ശേഷമാണ് കിങ്ഫിഷർ എയർലൈൻസിൻ്റെ മുൻ ഉടമ കൂടിയായ വിജയ് മല്യ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരിക്കുന്നത്. 2013 ശേഷം ആദ്യമായാണ് മല്യ പരസ്യമായി സംസാരിക്കുന്നത്. 2012 നും 2015 ഇടയിൽ വായ്പകൾ തീർക്കാൻ 4 വ്യത്യസ്ത ഓഫറുകൾ നൽകിയതായി മല്യ അവകാശപ്പെട്ടിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സണെ പരിശീലന അക്കാദമിയിൽ വെച്ച് കണ്ട് കരാറുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം അത് സ്വീകരിച്ചില്ലെന്നും മല്യ പറയുകയാണ്. ഇത്രയും കോടികൾ രാജ്യത്തിന് നഷ്ടം വരുത്തിയ വിജയ് മല്യയെ രാജ്യം വിടാൻ സഹായിച്ചത് BJP നേതാക്കളാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് അന്നത്തെ കേന്ദ്ര ധനമന്ത്രിയുടെ അറിവോടെയാണ് വിജയ് മല്യ രക്ഷപ്പെട്ടത് എന്ന് മല്യ തന്നെ പറയുമ്പോൾ BJP നേതൃത്വം പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. മോദിയോ അമിത്ഷായോ അറിയാതെ ഈ കാര്യങ്ങൾ അരുൺ ജെയ്റ്റ്ലി ചെയ്യില്ല എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വൻകിട മുതലാളിമാരെ രക്ഷപ്പെടുത്താൻ BJP കേന്ദ്ര നേതാക്കൾ കൂട്ടുനിന്നു എന്ന് വേണം കരുതാൻ. വിജയ് മല്യ, ലളിത് മോദി തുടങ്ങിയ വമ്പന്മാർ ഇപ്പോഴും പിടികിട്ടാ പുള്ളികളെ പോലെ വിദേശ നാട്ടിൽ കഴിയുകയാണ്. ഇവർ രക്ഷപ്പെട്ടതിൽ വലിയ പങ്ക് BJP നേതാക്കൾക്കുണ്ട് എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന വലിയ ആരോപണങ്ങൾ. ഈ ആരോപണങ്ങളെ എങ്ങനെ അമിത്ഷായും നരേന്ദ്രമോദിയും നേരിടും എന്നതാണ് കണ്ടറിയേണ്ടത്.